رسوله أولئك سيرحمهم الله إن الله عزيز حكيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من نفسه وماله وولده والناس أجمعين صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم طه رسول الله തിങ്കൾ ഹബീബുല്ലാഹ് طه റസൂലുള്ളാഹ് തിങ്കൾ ഹബീബുല്ലാഹ് ത്വയ്ബ 15 തൗഹീദൊളി നിലവേ ത്വഹ റസൂലുള്ളാഹ് തിങ്കൾ ഹബീബുല്ലാഹ് ത്വഹ റസൂലുള്ളാഹ് തിങ്കൾ ഹബീബുല്ലാഹ് നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവാനായി നസീഹത്ത് നൽകിയുള്ള തിരുദൂതരേ നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവാനായി നസീഹത്ത് നൽകിയുള്ള തിരുദൂതരേ ഹാഷിമിയിൽ വിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുല്ലാഹ് കണ്ട തിരുദൂതരേ ത്വഹ റസൂലുള്ളാഹ് തിങ്കൾ ഹബീബ്
ഹബീബുല്ലാഹി ത്വഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുല്ലാഹി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഇവിടെ സംഗമിച്ചതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം അല്ലാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ മഹലായ ഫള് കൊണ്ട് അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടാനുള്ള ഖൽബ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഒരുപാട് പറയാനും പാടാനും അവിടുത്തെ ഹദറത്തിലേക്ക് ഒരുപാട് സ്വലാത്തുകളെ സലാമുകളെ സമർപ്പിച്ച് ദുനിയാവും നാളെ ആഖിറവും രക്ഷപ്പെടുന്ന വിജയിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ സാധുക്കളായ നമ്മയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. വളരെ ബറക്കത്താക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നമ്മൾ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. എന്റെ മുമ്പിൽ പ്രസംഗിച്ച എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഉമർ അലി സഖാഫി, അതേപോലെ തന്നെ ശേഷം പ്രസംഗിച്ച ഉസ്താദുമാർ, അവരെല്ലാവരും ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന ഈ സുന്ദരമായ മാസത്തിന്റെ പവിത്രത കണക്കിലെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം മജ്ലിസിനെ കുറിച്ച് പഠിപ്പിച്ചത് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. സ്വർഗ്ഗത്തിലെ ഒരു തോപ്പ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കണക്കിലെടുത്ത് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എല്ലാവരും വളരെ വളരെ എല്ലാവരും ക്ഷമയോടുകൂടെ ഇരുന്ന് ഇത് ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് കാണുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ പരിപാടിക്ക് ഇവർ നേതൃത്വം കൊടുത്തപ്പോ അൽഹംദുലില്ലാഹ്